നമ്മുടെ ഇന്ത്യയും അയൽ രാജ്യമായ പാകിസ്ഥാനും തമ്മിൽ ഒരു യുദ്ധമുണ്ടായാലോ? ഒരിക്കൽ സംഭവിച്ച ആ യുദ്ധം ഇന്നാണ് നടക്കുന്നതെങ്കിലോ? എന്താണ് ഉണ്ടാകുക? ഇന്ത്യയുടെ സൈനിക ശക്തിയോട് കിടപിടിക്കുന്ന എന്തെങ്കിലും പാകിസ്ഥാനുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം ഇപ്പോൾ തന്നെ കമന്റായി രേഖപ്പെടുത്തൂ. അപ്പോൾ നമുക്ക് നേരെ ഇരു രാജ്യങ്ങളുടെയും സൈനിക ശക്തി താരതമ്യം ചെയ്യാം. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സൈനിക താരതമ്യം ഒരു സങ്കീർണമായ വിഷയമാണെന്ന് ആദ്യം തന്നെ പറയട്ടെ. പതിറ്റാണ്ടുകളുടെ ചരിത്രം, ഭൗമരാഷ്ട്രീയമായ പ്രശ്നങ്ങൾ, ദക്ഷിണേഷ്യൻ മേഖലയിലെ തന്ത്രപരമായ താൽപ്പര്യങ്ങൾ എന്നിവയാൽ വേരൂന്നിയതാണ് ഇതൊക്കെ. 1947 വിഭജനത്തിനു ശേഷം ഇരു രാജ്യങ്ങളും എതിരാളികളാണ്. അവരുടെ സൈനിക ശക്തികൾ പരസ്പരമുള്ള കഴിവുകളെ നേരിടാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതുമാണ് എന്ന് പറയുന്നതാകും നല്ലത്. നിരവധി പ്രധാന വശങ്ങൾ പരിശോധിച്ചുകൊണ്ട് ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും സൈനിക ശക്തിയെ നമുക്ക് താരതമ്യം ചെയ്തു നോക്കാം. ഒന്നാമത്തത് സൈന്യത്തിന്റെ വലിപ്പവും അതിന്റെ ഘടനയുമാണ്. നമുക്ക് ആദ്യം ഇന്ത്യയിലേക്ക് വരാം. ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക സേനകളിൽ ഒന്നാണ് ഇന്ത്യക്കുള്ളത്. ഏകദേശം 1.4 ദശലക്ഷം സജീവ സൈനികരും 2.1 ദശലക്ഷം അധിക കരുതൽ ശേഖരവും ഇവിടെയുണ്ട്. ഇന്ത്യൻ സായുധ സേനയിൽ 3 പ്രാഥമിക ശാഖകളാണ് ഉൾപ്പെടുന്നത്. ഒന്ന് ഇന്ത്യൻ ആർമി, രണ്ടാമത്തത് ഇന്ത്യൻ നേവി, മൂന്നാമത്തത് ഇന്ത്യൻ എയർഫോഴ്സ്. കൂടാതെ സ്പെഷ്യൽ ഫോഴ്സ്, നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് പോലെയുള്ള പ്രത്യേക സേനകളും ഇന്ത്യയിലുണ്ട്. ഇതിനൊക്കെ പുറമെ അർദ്ധസൈനിക സേനകളും ഇന്ത്യക്കുണ്ട്. അതിർത്തി സുരക്ഷാ സേന അതായത് BSF, സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് CRPF, ഇന്തോ ടിബറ്റൻ ബോർഡർ പോലീസ് ITBP തുടങ്ങിയ നിരവധി അർദ്ധസൈനിക സേനകളും ഇന്ത്യക്ക് സ്വന്തമായുണ്ട്. ഇനി നമുക്ക് പാകിസ്ഥാനിലേക്ക് നോക്കാം. പാകിസ്ഥാന്റെ സായുധ സേന താരതമ്യപ്പെടുത്തുമ്പോൾ അത് വളരെ ചെറുതായിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഏകദേശം 6,54,000 സജീവ സൈനികരും 5,50,000 കരുതൽ ശേഖരമാണ് ഇവർക്കുള്ളത്. ആർമി, നേവി, എയർഫോഴ്സ്, റേഞ്ചേഴ്സ്, ഫ്രോണ്ടിയർ, ക്രോപ്സ്, കോസ്റ്റ് ഗാർഡ് തുടങ്ങിയ അർദ്ധസൈനിക വിഭാഗങ്ങളും ഈ ഘടനയിൽ ഉൾപ്പെടുന്നുണ്ട്. അർദ്ധസൈനിക സേനകൾ ഏതൊക്കെയാണെന്ന് പറയാം. പാകിസ്ഥാന്റെ അർദ്ധസൈനിക സേന ആഭ്യന്തര സുരക്ഷയിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ബലൂചിസ്ഥാൻ പോലെയുള്ള സംഘർഷ മേഖലകളിലും അഫ്ഗാൻ അതിർത്തിയിലും ഇവരുടെ സ്ഥാനം എടുത്തു പറയേണ്ട ഒന്നാണ്. ഇനി പറയുന്നത് പ്രതിരോധ ബജറ്റുകളാണ്. ഇരു രാജ്യങ്ങളുടെ തമ്മിലുള്ള പ്രതിരോധ ബജറ്റുകൾ നമുക്ക് താരതമ്യം ചെയ്യാം. ആദ്യം നമ്മൾ ഇന്ത്യയുടെ കേസ് നോക്കാം. ഇന്ത്യക്ക് ഗണ്യമായി വലിയ പ്രതിരോധ ബജറ്റാണ് ഉള്ളത്. ഏകദേശം $70 ബില്യൺ, അതായത് 2024 കണക്കാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇത്രയും തുക ഇതിനായിട്ട് വകയിരുത്തിയിട്ടുണ്ടായിരുന്നു. നൂതന യുദ്ധവിമാനങ്ങൾ, ടാങ്കുകൾ, നാവിക കപ്പലുകൾ, മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവയുടെ സംഭരണം ഉൾപ്പെടെ സൈനിക ശേഷികൾ നവീകരിക്കുന്നതിൽ വൻതോതിൽ നിക്ഷേപിക്കാൻ ഈ ബജറ്റ് ഇന്ത്യയെ പ്രാപ്തമാക്കുന്നുണ്ട്. അതായത് ഇന്ത്യ ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്ന ഒരു മേഖല കൂടിയാണ് പ്രതിരോധം എന്ന് ഓർക്കണം. അടുത്തത് പാകിസ്ഥാന്റെ കാര്യമാണ്. പാകിസ്ഥാന്റെ പ്രതിരോധ ബജറ്റ് വളരെ ചെറുതാണ്. ഏകദേശം $11.4 ബില്യൺ. 2024 കണക്കാണ് കേട്ടോ. ഇത് പാകിസ്ഥാന്റെ GDPയുടെ ഗണ്യമായ ഭാഗമാണെങ്കിലും ഇന്ത്യയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ആധുനികവൽക്കരണത്തിനുള്ള സാധ്യത ഇത് വളരെയധികം പരിമിതപ്പെടുത്തുന്നുണ്ട്. അതായത് ഇവിടെയും ഇന്ത്യക്കാണ് മുൻഗണനയുള്ളത് എന്നാണ് ഞാൻ പറയുന്നത്. മൂന്നാമത്തത് ഇരു രാജ്യങ്ങളുടെയും കരസേനയും ഉപകരണങ്ങളുമാണ്. ആദ്യത്തെ നമ്മൾ ഇന്ത്യയിലേക്ക് തന്നെ നോക്കാം. ടാങ്കുകൾ T-19 അർജുൻ, T-72 പോലെയുള്ള 4000-ലധികം പ്രധാന യുദ്ധ ടാങ്കുകൾ അതായത് MPT ഉൾപ്പെടുന്ന ഒരു വലിയ ടാങ്ക് ഫ്ലീറ്റ് ഇന്ത്യയിലുണ്ട്. ഇന്ത്യ അതിന്റെ കവചിത വാഹന ഫ്ലീറ്റിലേക്ക് ഗണ്യമായ നവീകരണങ്ങൾ നടത്തുന്നുണ്ട്. പീരങ്കിയുടെ കേസ് നോക്കുകയാണെങ്കിൽ M777, K9, വജ്ര, തദ്ദേശീയ ധനുഷ് തുടങ്ങിയ ആധുനിക ഹോവിറ്റേഴ്സറുകൾ ഉള്ള ഒരു വലിയ പീരങ്കി സേന ഇന്ത്യ നിലനിർത്തുന്നുണ്ട്. ഇനി കാലാൾപ്പടയിലേക്ക് വരാം. ഇന്ത്യൻ സൈന്യത്തിന്റെ കാലാൾപ്പടയിൽ INSAS, AK-47 റൈഫിളുകൾ പോലെയുള്ള ആധുനിക റൈഫിളുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. കൂടാതെ പുതിയ വ്യക്തിഗത ആയുധങ്ങളും ഉപകരണങ്ങളും ഉപയോഗിച്ച് അത് ആധുനികവൽക്കരണ നീക്കത്തിന് വിധേയമായിക്കൊണ്ടേയിരിക്കുകയാണ്. ഇനി നമുക്ക് പാകിസ്ഥാന്റെ കാര്യം നോക്കാം. ടാങ്കുകൾ T-18 ആണ്. അൽ ഖാലിദ്, T-59 പോലുള്ള ഏകദേശം 2500 MPTകൾ ഉൾപ്പെടുന്ന പാകിസ്ഥാന്റെ സൈന്യത്തിന് ഒരു വലിയ ടാങ്ക് ഫ്ലീറ്റ് ഉണ്ട്. ഇന്ത്യയുടെ ടാങ്ക് ഫോഴ്സിനേക്കാൾ ചെറുതാണെങ്കിലും പാകിസ്ഥാന്റെ ടാങ്കുകൾ ഉയർന്ന കഴിവുള്ളതും നന്നായി സംയോജിപ്പിച്ചതുമായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട്. പീരങ്കിപ്പടയിലേക്ക് വരികയാണെങ്കിൽ ചൈനീസ് നിർമ്മിത PLZ-45 സ്വയം ഓടിക്കുന്ന പീരങ്കികൾ പോലുള്ള ദീർഘദൂര സംവിധാനങ്ങൾ പാകിസ്ഥാന്റെ പീരങ്കികളിൽ ഉൾപ്പെടുന്നുണ്ട്. പീരങ്കിപ്പട സംവിധാനങ്ങളുടെ കൃത്യത മെച്ചപ്പെടുത്തുന്നതിലും പാകിസ്ഥാൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. കാലാൾപ്പടയിലേക്ക് നോക്കാം. ഇന്ത്യയെ പോലെ പാകിസ്ഥാന്റെ കാലാൾപ്പടയിലും G3, AK-47 പോലുള്ള ആധുനിക റൈഫിലുകൾ സജ്ജീകരിച്ചിട്ടുണ്ടെങ്കിലും കലാപവിരുദ്ധ പ്രവർത്തനങ്ങൾക്കുള്ള പ്രത്യേക പരിശീലനത്തിലാണ് ഇവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. നാലാമത്തത് വ്യോമസേനയാണ്. ഇന്ത്യയിലേക്ക് ആദ്യം നോക്കാം. ആദ്യം തന്നെ ഇതിന്റെ വലിപ്പമാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ഇന്ത്യൻ വ്യോമസേന അതായത് ഇന്ത്യൻ എയർഫോഴ്സ് പാകിസ്ഥാനേക്കാൾ വളരെ വലുതും സാങ്കേതികവുമായി കൂടുതൽ പുരോഗമിച്ചതുമാണ്. Su-30 MKI, Mi G-29,
മിറാഷ് 2000 തുടങ്ങിയ 700 യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെ 1500-ലധികം വിമാനങ്ങൾ അവർക്ക് ഉണ്ട്. ഫ്രാൻസിൽ നിന്ന് നൂതനമായ റാഫേൽ യുദ്ധവിമാനങ്ങളും ഇന്ത്യ വരുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ കഴിവുകൾ നോക്കുകയാണെങ്കിൽ വ്യോമസേനയ്ക്ക് മൾട്ടി റോൾ യുദ്ധവിമാനങ്ങളുടെയും S-400 മിസൈൽ പ്രതിരോധ സംവിധാനം പോലെയുള്ള നൂതന വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെയും ഒരു വലിയ കൂട്ടം തന്നെയുണ്ട്. ഇത് ഇന്ത്യയുടെ വ്യോമാതിർത്തിയെ പ്രതിരോധിക്കാനും ദീർഘദൂരങ്ങളിൽ ആക്രമണം നടത്താനുമുള്ള കഴിവ് വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് പാകിസ്ഥാൻ്റെ കാര്യം എന്താണെന്ന് നോക്കാം. ഇതിൻ്റെ വലിപ്പത്തിലേക്ക് വരുമ്പോൾ പാകിസ്ഥാൻ്റെ വ്യോമസേന ഇന്ത്യയെ അപേക്ഷിച്ച് വളരെ ചെറുതാണ്. F-60 ഫൈറ്റിംഗ് ഫാൽക്കണുകൾ, JF-70 തണ്ടർ, പഴയ മിറാഷുകൾ ഉൾപ്പെടെയുള്ള ഏകദേശം 600 വിമാനങ്ങൾ ഇവരെ കൈവശമുണ്ട്. ചൈനയുമായി സംയുക്തമായി വികസിപ്പിച്ചെടുത്ത ഭാരം കുറഞ്ഞതും ബഹുമുഖവുമായ യുദ്ധവിമാനമാണ് JF-70. ഇതിൻ്റെ ശേഷി എന്താ നോക്കുകയാണെങ്കിൽ പാകിസ്ഥാൻ്റെ വ്യോമശക്തി കഴിവുള്ളതായി കണക്കാക്കപ്പെടുന്നുണ്ടെങ്കിലും എണ്ണത്തിലും നൂതന വിമാനങ്ങളിലെ എണ്ണത്തിലും അത് ഇന്ത്യയുമായി താരതമ്യപ്പെടുത്താനാകില്ല. കാരണം ഇന്ത്യ ഇതിൽ നിന്നും എത്രയോ ഉയർച്ചയിലാണുള്ളത്. പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ ശേഷി ചൈനീസ് സാങ്കേതിക വിദ്യയിൽ ശക്തിപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഇന്ത്യയുടെ കൂടുതൽ നൂതനമായ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെക്കാൾ എത്രയോ പിന്നിലാണ് ഇത് എന്ന് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. ഇനി നമുക്ക് നാവികസേനയിലേക്ക് വരാം. വളർന്നുകൊണ്ടിരിക്കുന്നതുമായ ഒരു നാവികസേന നിലവിലുണ്ട്. വിമാനവാഹിനി കപ്പൽ പോലെയുള്ള INS വിക്രമാദിത്യ, ആണവശക്തിയുള്ള അന്തർവാഹിനികൾ, വിവിധ ഉപരിതല യുദ്ധവിമാനങ്ങൾ എന്നിവയുൾപ്പെടെ ഏകദേശം 150 കപ്പലുകൾ ഇന്ത്യയുടെ കയ്യിലുണ്ട്. ഇന്ത്യൻ നാവികസേന തദ്ദേശീയ വിമാനവാഹിനി കപ്പലുകളും അന്തർവാഹിനികളും വികസിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇതിന്റെ കഴിവുകൾ എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. ഇന്ത്യൻ നാവികസേന കൂടുതലായിട്ടും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. അതിന്റെ തീരങ്ങളിൽ നിന്ന് വളരെ ദൂരെ ശക്തി പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. തന്ത്രപരമായ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന INS അരിഹന്ത് ഉൾപ്പെടെയുള്ള ആണവ അന്തർവാഹിനികളുടെ ഒരു വളർന്നു വരുന്ന കപ്പൽ പടയും ഇന്ത്യക്ക് കൈവശമുണ്ട്. ഇനി നമുക്ക് പാകിസ്ഥാന്റെ അവസ്ഥ എന്താ നോക്കാം. കപ്പൽ പടയിലെ കാര്യം വരികയാണെങ്കിൽ പാകിസ്ഥാൻ നാവികസേന ഇന്ത്യയെ വെച്ച് നോക്കുമ്പോൾ വളരെ ചെറുതാണ്. ഫ്രിഗേറ്റുകൾ, കോർവെറ്റുകൾ, അന്തർവാഹിനികൾ എന്നിവയുൾപ്പെടെ ഏകദേശം 45 കപ്പലുകളുണ്ട്. പാകിസ്ഥാൻ പരമ്പരാഗതവും ആണവശക്തിയുള്ളതുമായ അന്തർവാഹിനികൾ പ്രവർത്തിപ്പിക്കുന്നുണ്ട്. കൂടാതെ അതിന്റെ ഉപരിതല കപ്പൽപ്പട പ്രധാനമായും തീരദേശ പ്രതിരോധത്തിലും പ്രാദേശിക ഭീഷണികളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഇതിന്റെ കഴിവുകൾ നോക്കുകയാണെങ്കിൽ പാകിസ്ഥാൻ നാവികസേന ഇന്ത്യക്കെതിരെ ശക്തമായ പ്രതിരോധ നിലപാട് നിലനിർത്തുന്നതിലും തീരദേശ ജലം സംരക്ഷിക്കുന്നതിലും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. നീല ജലശേഷികളിൽ കുറഞ്ഞ ഊന്നലാണ് ഇവർ നൽകുന്നത്, അതായത് സമുദ്രങ്ങളിൽ. ആണവായുധ ശേഖരം എങ്ങനെയാണെന്ന് നോക്കാം. ഇന്ത്യ ഒരു പ്രഖ്യാപിത ആണവശക്തിയാണെന്ന് ആദ്യം തന്നെ പറയട്ടെ. 1970-കൾ മുതലുള്ള ഒരു ആണവായുധ പദ്ധതി ഇന്ത്യക്കുണ്ട്. ഇന്ത്യക്ക് ഏകദേശം 160 മുതൽ 170 ആണവ വാർ ഹെഡുകൾ ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. വിശ്വസനീയമായ പ്രതിരോധം ഉറപ്പാക്കുന്ന ഒരു ആണവ ട്രയാഡ്, അതായത് കരയിൽ നിന്ന് അധിഷ്ഠിതമായിട്ടുള്ള മിസൈലുകൾ, വായുവിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന ആയുധങ്ങൾ, അന്തർവാഹിനിയിൽ നിന്ന് വിക്ഷേപിക്കാനാവുന്ന ബാലിസ്റ്റിക് മിസൈലുകളൊക്കെ ഉൾപ്പെടുന്നതാണിത് അവർ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. മിസൈൽ സംവിധാനങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ അഗ്നി പരമ്പരയിലെ ബാലിസ്റ്റിക് മിസൈലുകളും K4 അന്തർവാഹിനിയിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന മിസൈലുകളും ഉൾപ്പെടെ നിരവധി നൂതന മിസൈൽ സംവിധാനങ്ങൾ ഇന്ത്യ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാകിസ്ഥാനിലേക്ക് നോക്കാം. ആണവായുധ ശേഖരം എങ്ങനെയാണ് പാകിസ്ഥാനിലല്ലേ? ആണവായുധ ശേഖരം കൂടിയായ പാകിസ്ഥാൻ ഏകദേശം 170 മുതൽ 180 ആണവ വാർഹെഡുകൾ ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇന്ത്യയുടെ പരമ്പരാഗത മേധാവിത്വത്തിനെതിരായ ഒരു പ്രതിരോധമായി തന്ത്രപരമായ ആണവായുധങ്ങൾ ഉപയോഗിക്കുന്നതിനാണ് പാകിസ്ഥാന്റെ ആണവ സിദ്ധാന്തം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് പോലും. മിസൈൽ സംവിധാനങ്ങൾ നോക്കുകയാണെങ്കിൽ ഷഹീർ ഗൗരി പോലെയുള്ള ദീർഘദൂര മിസൈലുകൾക്ക് പുറമെ യുദ്ധകളത്തിലെ ഉപയോഗത്തിനായി രൂപകൽപ്പന ചെയ്ത നാസർ, അതായത് ഹാത്ഫ 9 പോലെയുള്ള ഹ്രസ്വദൂര ആണവ വാഹക ശേഷിയുള്ള മിസൈലുകൾ പാകിസ്ഥാൻ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി തന്ത്രപരമായ സഖ്യങ്ങളും വിദേശ ബന്ധങ്ങളും എങ്ങനെയാണെന്ന് നോക്കാം. ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ അമേരിക്ക, റഷ്യ, ഇസ്രയേൽ, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളുമായി ഇന്ത്യ ശക്തമായ സൈനിക തന്ത്രപരമായ ബന്ധമാണ് നിലനിർത്തുന്നത്. ഇത് ഇന്ത്യക്ക് നൂതന സാങ്കേതിക വിദ്യയും സൈനിക ഉപകരണങ്ങളും ആക്സസ് ചെയ്യാൻ അനുവദിക്കുന്നുണ്ട്. US, ജപ്പാൻ, ഓസ്ട്രേലിയ എന്നിവയുമായി കോർഡിനാൻറ്റൽ സെക്യൂരിറ്റി ഡയലോഗ്, അതായത് കോഡ് പോലെയുള്ള പ്രതിരോധ കരാറുകളിലും ഇന്ത്യ ഭാഗമാണ്. ഇത് പ്രാദേശിക സുരക്ഷയും സഹകരണവും വർദ്ധിപ്പിക്കുന്ന ഒന്നാണ്. ഇനി പാകിസ്ഥാനിലേക്ക് നോക്കുകയാണെങ്കിൽ പാകിസ്ഥാന് ചൈനയുമായി ശക്തമായ സൈനിക ബന്ധമുണ്ട്. കൂടാതെ US-ഉമായും അതുപോലെ തന്നെ സൗദി അറേബ്യ, തുർക്കി എന്നിവയുൾപ്പെടെ മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങളുമായും ചരിത്രപരമായി അടുത്ത ബന്ധം നിലനിർത്തുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. യുദ്ധവിമാനങ്ങളും അതുപോലെ ആണവ സാങ്കേതിക വിദ്യയും ഉൾപ്പെടെയുള്ള സൈനിക ഉപകരണങ്ങൾ നൽകുന്നതിൽ ചൈന ഒരു പ്രധാന പങ്കാളിയാണെന്നത് ഇവിടെ പറയേണ്ടതുണ്ട്. പ്രതിരോധ സാങ്കേതിക വിദ്യയ്ക്കും നിക്ഷേപത്തിനും പാകിസ്ഥാൻ ചൈനയെ ആശ്രയിക്കുന്നത് അതിന്റെ സൈനിക തന്ത്രത്തിന്റെ ഒരു പ്രധാന വശം തന്നെയാണ്. പ്രത്യേകിച്ച് നാവിക മിസൈൽ ശേഷികളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നോക്കി, അതായത് സൈനിക ശക്തിയുടെ ഓരോ ഘടകങ്ങൾ അനുസരിച്ച് നമ്മൾ പരിശോധിച്ചു. അപ്പം നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ പാകിസ്ഥാനേക്കാൾ എത്രയോ പടി മുമ്പിലാണ് നമ്മുടെ ഇന്ത്യ എന്ന കാര്യമാണ്. പാകിസ്ഥാൻ്റെതിനേക്കാൾ ഇന്ത്യയുടെ സൈന്യം ഗണ്യവും വലുതും മികച്ച ഫണ്ടുള്ളതും സാങ്കേതികമായി പുരോഗമിച്ചതും ഒന്നാണ്.
ഉദ്യോഗസ്ഥർ, ഉപകരണങ്ങൾ, വ്യോമ, നാവിക ശക്തി എന്നിവയുടെ കാര്യത്തിൽ ഇന്ത്യക്ക് വ്യത്യസ്തമായ മുൻതൂക്കം തന്നെ ഇവിടെയുണ്ട്. ആണവ, പരമ്പരാഗത പ്രതിരോധ ശേഷികൾ രണ്ടും മികച്ചതുമാണ്. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ അതിൻ്റെ സ്വാധീനം വികസിപ്പിക്കുന്നതിനായി അവർ അതിനെ പ്രവർത്തിപ്പിക്കുന്നുമുണ്ട്. ഇനി പാകിസ്ഥാനിലേക്ക് വരികയാണെങ്കിൽ സൈനിക വലിപ്പത്തിലും ബജറ്റിലും പാകിസ്ഥാൻ ചെറുതാണെങ്കിലും ആണവായുധ ശേഖരണത്തിലൂടെയും തന്ത്രപരമായ കഴിവുകളിലൂടെയും അവർ ശക്തമായ പ്രതിരോധം നിലനിർത്തുന്നുണ്ട് എന്നത് സത്യമാണ്. ഇവിടെ എടുത്തു പറയേണ്ട കാര്യമാണത്. ആണവായുധങ്ങളും അസമമായ യുദ്ധവും ഉപയോഗിച്ച് ഇന്ത്യയുടെ മികച്ച പരമ്പരാഗത ശക്തികളെ നേരിടുന്നതിൽ രാജ്യത്തിൻ്റെ സൈനിക സിദ്ധാന്തം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. അതായത് പാകിസ്ഥാനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് ഇന്ത്യയാണ്. ഇന്ത്യക്കെതിരെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ആയുധങ്ങൾ പോലും നിർമ്മിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. മൊത്തത്തിൽ സൈനിക ശക്തിയിൽ ഇന്ത്യക്ക് ശ്രദ്ധേയമായ ഒരു മുൻതൂക്കം ഉണ്ട് എന്ന കാര്യം തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. എന്നാൽ പാകിസ്ഥാന്റെ ആണവശേഷികളും അതുപോലെ തന്നെ അസമമായ യുദ്ധത്തിലുള്ള തന്ത്രപരമായ ശ്രദ്ധയും അതിൻ്റെ പ്രാദേശിക സഖ്യങ്ങളും ചേർന്ന് സഖ്യങ്ങളുടെയും സാങ്കേതിക വിദ്യയുടെയും ലളിതമായ താരതമ്യത്തെക്കാൾ സൈനിക സന്തുലിതാവസ്ഥയും കൂടുതൽ സങ്കീർണമാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ തന്നെ പറയൂ, ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധത്തിൽ ഏർപ്പെട്ടാൽ നമ്മുടെ ഇന്ത്യ തന്നെയായിരിക്കില്ലേ ജയിക്കാം? നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റായി രേഖപ്പെടുത്തുക. ഒപ്പം ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.